നമസ്കാരം. വീണ വിജയനെതിരായ അന്വേഷണത്തിന്റെ കുരുക്ക് മുറുകുന്നതോടെ CPM നേതാക്കൾക്ക് ഹാലിളകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കുകയാണ് എന്നാണ് ആക്ഷേപം. പാർട്ടി അംഗം പോലുമല്ലാത്ത വീണ വിജയന് വേണ്ടി കുഴലൂതാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തിറങ്ങിയിരിക്കുകയാണിപ്പോൾ. ഇത്രയും നാണം കെട്ട രീതിയിൽ CPM ഇതുവരേക്കും തരം താഴ്ന്നിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മക്കൾക്കെതിരെ കേസുകൾ ഉണ്ടായപ്പോൾ അവർക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നാണ് അന്ന് ന്യായീകരിച്ചത്. ഇന്ന് അതേ പാർട്ടി വീണയ്ക്ക് വേണ്ടി വാദിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു. പാർട്ടി ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നടപടി. ഇത് ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നുമില്ല. വീണ വിജയന്റെ കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് 1,71,00,000 രൂപ നൽകിയെന്ന് ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതാണ്. ഈ കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് CMRL സെബിക്ക് കത്തും എഴുതി. എന്നിട്ടും യാതൊരു തരത്തിലുമുള്ള പ്രതികരണത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ തയ്യാറായില്ല. എക്സാലോജിക് എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ ലിങ്ക്ഡിനിൽ നൽകിയിട്ടുള്ള പ്രൊഫൈലിൽ സേവനകാലത്തെ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലെങ്ങും CMRLന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നില്ല. ഇങ്ങനെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുമ്പോൾ CPMന് പിടിച്ചു നിൽക്കാനും ആകുന്നില്ല. ഞായറാഴ്ച ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ പ്രധാനമന്ത്രി സ്വർണ്ണക്കടത്ത് ഓഫീസിനെ കുറിച്ച് പറഞ്ഞത് അവതാരകൻ സൂചിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രിക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് CPM സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് വെളിവുണ്ടായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ പിടികൂടുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണം കടത്തിയ ബാഗ് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചുവെന്നാണ് K സുരേന്ദ്രൻ ആരോപിച്ചത്. ആ വിളിച്ചയാളുടെ നമ്പർ കണ്ടെത്തിയാൽ പോരെ എന്ന ന്യായീകരണവും അനിൽകുമാർ നടത്തി. ഇതോടെ BJP പ്രതിനിധി സന്ദീപ് വചസ്പതി തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും EMS മുതൽ പിണറായി വിജയൻ വരെയുള്ളവരുടെ തലയ്ക്ക് വെളിവില്ലായ്മ എന്നെ കൊണ്ട് പറയിക്കല്ലേ എന്നും സന്ദീപ് താക്കീത് നൽകി. എന്നിട്ടും പരാമർശം പിൻവലിക്കാനോ ഖേദം പ്രകടിപ്പിക്കാനോ അനിൽകുമാർ തയ്യാറായില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ CPM ഇതാദ്യമായിട്ടല്ല വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്. മോദി നരാധമനാണ് എന്ന് CPM നേതാവ് ജെയ്ക് സി തോമസ് മുൻപ് അധിക്ഷേപിച്ചിരുന്നു. അന്ന് BJP വലിയ രീതിയിലെ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും തെറ്റ് തിരുത്താൻ ജെയ്ക്ക് തയ്യാറായതുമില്ല. CPM അതിന് നിർബന്ധിച്ചുമില്ല. പിണറായി വിജയനും പാർട്ടിയും അറിഞ്ഞുകൊണ്ടാണ് വീണയുടെ കമ്പനിക്ക് പണം കിട്ടിയത് എന്ന് വ്യക്തമാണ്. കാരണം AKG സെന്ററിലെ വിലാസത്തിലാണ് വീണ കമ്പനി തുടങ്ങിയത്. പാർട്ടി അനുമതിയില്ലാതെ ഇത് എങ്ങനെ സാധ്യമാകും? വീണയുടെ കമ്പനിയെ ഉപയോഗിച്ച് CMRLൽ നിന്ന് CPM അനധികൃതമായി പണം വാങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ വീണയെ പ്രതിരോധിക്കാൻ പാർട്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത് എന്തിന്? വീണ പണം കൈപ്പറ്റിയെങ്കിൽ അവർ IGST അടയ്ക്കണ്ടേ? മാത്യു കുഴൽനാടൻ ഇത് സംബന്ധിച്ച് രേഖകൾ ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാർ അത് നൽകിയില്ല. അതുകൊണ്ട് വീണ വിജയനല്ല, പിണറായി വിജയനും CPMുമാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കില്ല. വീണയെ ന്യായീകരിച്ച് രംഗത്തെത്തിയവരാരും വ്യക്തവും കൃത്യവുമായ യാതൊരുവിധ മറുപടികളും നൽകിയിട്ടില്ല. വീണ CMRLന് എന്ത് സേവനമാണ് നൽകിയത് എന്ന് പറയുന്നില്ല. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന് മാത്രമാണ് വാദിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ പറയുന്ന സേവനങ്ങളൊന്നും വീണ വിജയന്റെ കമ്പനി നൽകിയിട്ടില്ല എന്ന് CMRL ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വസ്തുതകൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാകുമെന്നിരിക്കെ CPMന്റെ ക്യാപ്സ്യൂളുകളെല്ലാം ചീറ്റിപ്പോവുകയാണ്. M സ്വരാജ്, A റഹീം, ശിവദാസൻ, TV രാഗേഷ്, ജെയ്ക് സി തോമസ് തുടങ്ങിയ പ്രധാനപ്പെട്ട യുവ നേതാക്കൾ ഒന്നും തന്നെ വീണ വിജയനെയോ പിണറായി വിജയനെയോ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചാനൽ ചർച്ചകളിലോ സമൂഹ മാധ്യമങ്ങളിലോ ഇതേക്കുറിച്ച് ഇവരാരും തന്നെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുമില്ല. ഇവരിൽ പലരെയും വെട്ടിനിർത്തിയാണ് പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിനെ മത്സരിപ്പിച്ചതും മന്ത്രിസഭയിൽ കൊണ്ടുവന്നതും. അതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും പിണറായിക്കെതിരെ പാർട്ടിയിൽ അടിയൊഴുക്കുണ്ട്. പക്ഷെ അതിന് ശക്തിയില്ല എന്ന് മാത്രം. G സുധാകരൻ, MA ബേബി, തോമസ് ഐസക്, S ശർമ്മ, ചന്ദ്രൻ പിള്ള തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് പിണറായിയുടെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പാണ്. നിലവിൽ ഇവരെയെല്ലാം പിണറായി വിജയൻ വെട്ടിനിരത്തി ഒതുക്കിയതിനാൽ അവർ മൗനം പാലിക്കുകയാണ്. അവസരം കിട്ടിയാൽ ഇവരും യുവ നേതാക്കളും ഒരുമിച്ച് മുന്നോട്ട് വരികയും നേതൃത്വം കൈയാളുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം CPMൽ തലമുറ മാറ്റത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. VS പിണറായി അച്ചുതണ്ടിൽ നിന്ന് മാറിയ പാർട്ടി
പിണറായിയുടെ പാറപ്പുറത്ത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണിപ്പോൾ. അതിൽ നിന്നൊരു മാറ്റം പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അവസരം പിണറായി വിജയൻ തന്നെ ഒരുക്കുമെന്നാണ് ഇതെല്ലാം കണ്ടിട്ട് തോന്നുന്നത്.